ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കയറി ഫോളോ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാറ്റശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. അതായത് വീടിൻ്റെ അകത്ത് കിച്ചണിലാണെങ്കിലും ഡ്രസ്സൊക്കെ അലമാരിയിലൊക്കെ ആണെങ്കിലും പാറ്റയൊക്കെ അത്യാവശ്യം ഉണ്ട്. അത് ഫുള്ള് ഇങ്ങനെ പാറ്റപ്പിറ്റായിട്ട് കിടപ്പുണ്ട്, പാറ്റയും ഉണ്ട്. അപ്പോൾ അതിനൊന്ന് എങ്ങനെ കളയാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഹിറ്റ് അടിച്ചിട്ടാണ് കളയുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കും. ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. വീഡിയോ എടുക്കാനായിട്ട് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ഇത് കിട്ടിയപ്പം എടുക്കാമെന്ന് വെച്ചത്. ഹിറ്റ് എന്ന് പറയുന്ന ഈ സംഭവം വിഷമായതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് വേണം ചെയ്യേ. അപ്പം മാസ്ക് എടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ മാസ്ക് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് റൂം. ഈ റൂമിൽ ഈ അലമാരിക്കകത്താണ് പാറ്റയുടെ ശല്യമൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് പെട്ടിയുടെ ഉൾവശം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് മാറ്റാം. ഇത് രണ്ടാമത്തെ ചേച്ചിയുടെ അലമാരിയാണ്. അപ്പം ചേച്ചിയുടെ മാത്രമല്ല, എൻ്റേതും ചേച്ചിമാരുടെ രണ്ടുപേരുടെയും കൂടെ ഡ്രസ്സാണ് ഇരിക്കുന്നത്. അതാണ് കേട്ടോ ഇത്രയും ഡ്രസ്സ് വന്നേക്കുന്നത്. പിന്നെ അമ്മയുടേതായിട്ടാണെങ്കിലും സാരി, നല്ല സാരിയൊക്കെ ഈ അലമാരിക്കകത്ത് തന്നെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പം ഇത് കണ്ട പേപ്പറിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പാറ്റപ്പിട്ടൊക്കെ ഒരുപാട് ഇരിക്കും. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഹിറ്റൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2-3 ദിവസം അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് അത് എന്തെങ്കിലുമൊക്കെ ഡെറ്റോളൊക്കെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം മാത്രമേ ഇതിൻ്റെ അകത്ത് ഡ്രസ്സ് എടുത്ത് വെക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം അലമാരിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹിറ്റ് അടിച്ചാൽ മതി. ഒരു രക്ഷയില്ലാത്ത ആവി. ഇപ്പോൾ വെയിൽ ചൂട് കാരണം ഒരു രക്ഷയില്ല. പെരയ്ക്കകത്ത് റൂമിലിരിക്കത്തില്ല, പുറത്തിരിക്കത്തില്ലാത്ത അവസ്ഥ. അതുപോലെ ആവി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂമിലെ ഫാനിനാണെങ്കിൽ സൗണ്ട് മാത്രമേ ഉള്ളൂ, കാറ്റ് മാത്രമേ ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിനി ഹിറ്റ് അടിക്കണമെങ്കിൽ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഓപ്പൺ ചെയ്ത് അതിൻ്റെ എല്ലാം സെറ്റിങ്സ് സെറ്റാക്കിയിട്ട് വേണം ഹിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. എന്തായാലും ഇപ്പം തന്നെ മാസ്ക് വെച്ചൊക്കെ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. സെറ്റാക്കിയിട്ടുണ്ട്. എന്താവും അറിയത്തില്ല. ശരിക്കും വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും അടിച്ചു നോക്കാം. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എനിക്കറിയില്ല എങ്ങനെയാവും എന്നുള്ളത്. അടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞില്ല. അടിയുണ്ട്.
സംഭവം എന്തായാലും അടിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ എൻ്റെ കയ്യിലൊക്കെ ജസ്റ്റ് ഒന്ന് പറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് സോപ്പിട്ട് കൈ കഴുകിയിട്ട് വരാം. അങ്ങനെ ഹിറ്റൊക്കെ അടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ തന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇപ്പോൾ അടിച്ചതല്ലേ ഉള്ളൂ. ഇപ്പോൾ 2 ദിവസം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ പാൻ്റൊക്കെ ആണെങ്കിലും വന്നു കഴിയുമ്പോൾ ചത്തു പോകുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് കാണാം. അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.